അതിൻ്റെ മാർക്കറ്റ് വില 120 രൂപയുണ്ട്. പക്ഷെ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വാല്യൂ സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഒരു 6 മന്ത്സിലോ അല്ലെങ്കിൽ 12 മന്ത്സിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ മാത്രം മതി. വാല്യൂ സ്റ്റോക്കിന് നമ്മൾ പ്രൈസ് മാത്രം നോക്കുന്നു, ഗ്രോത്ത് സ്റ്റോക്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് മാത്രം നോക്കുന്നു. ഞാനൊരു അഡ്വൈസ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു ഗിവ് ദം ഇൻ എ റിട്ടേൺ ഫോർമാറ്റ്, ഒരു ഡിക്ലെയർഡ് ഫോർമാറ്റിൽ വേണം. ആൻഡ് ഐ ഹാവ് ടു കീപ് ദാറ്റ് ഫോർമാറ്റ് ഫോർ 7 years. ഒന്ന് പെനി സ്റ്റോക്സ് നമ്മുടെ നാട്ടിൽ പറയുന്നത് 10 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ നമ്മൾ പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൾക്കാരെ 10 രൂപ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും ആ കമ്പനിയുടെ വാല്യൂ എന്താണുള്ളത്, അല്ലെങ്കിൽ കമ്പനി എത്ര വലുതാന്നുള്ളത് ഇവരാരും അസസ് ചെയ്യുന്നില്ല. ഒരു പെഗ് റേഷ്യോ എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ്. അതായത് സാധാരണ എല്ലാവരും കേട്ടേക്കുന്ന പോലെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ, P/E എന്ന് പറഞ്ഞ റേഷ്യോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ കമ്പനിയുടെ നെക്സ്റ്റ് ഇയറിന്റെ ഗ്രോത്ത് റേറ്റിനെ, അതായത് ഫോർകാസ്റ്റഡ് ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇന്ത്യൻ ഓഹരി വിപണി മികച്ച രീതിയിൽ നിൽക്കുമ്പോഴും അനുയോജ്യമായ വിലയിൽ മികച്ച ഓഹരികൾ കണ്ടെത്തുക എന്നതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്താണ് ഈ വാല്യൂ ഇൻവെസ്റ്റ്, ഗ്രോത്ത് സ്റ്റോക്ക് എന്താണ്, വാല്യൂ സ്റ്റോക്ക് എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം സെബി രജിസ്ട്രേഡ് ബാലചന്ദ്രൻ വിശ്രാം സാർ ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓഹരി വിപണി മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ അനുയോജ്യമായ വിലയിൽ നല്ല ഓഹരികൾ കണ്ടെത്തുക? വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പഴയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ശരിക്കും അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് 100 രൂപയുടെ വിലയുള്ളൊരു സംഭവം, അതിൻ്റെ മാർക്കറ്റ് വില 120 രൂപയുണ്ട്, പക്ഷെ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും വർക്ക് ആവുന്നത്. അതായത് ഒരിക്കൽ ഈ 1200 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് ഇന്ന് 1000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന് ഇനിയും ഒരു 200 രൂപയുടെ നമുക്കൊരു വാല്യൂ ബൈ അവിടെ കിട്ടുന്നുണ്ടെന്നുള്ളൊരു കൺസെപ്റ്റാണ് ബേസിക്കലി വാല്യൂ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ഫോക്കസ് വരുന്നത് അതിന്റെ പ്രൈസിലാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കാനോ അല്ലെങ്കിൽ കമ്പനിയുടെ വേറെ ടെക്നിക്കൽസ് ഒന്നും നോക്കാനോ ഒന്നും ആൾക്കാർ നോക്കാൻ പോണത് ജസ്റ്റ് അതിന്റെ പ്രൈസ് മാത്രമാണ്. പ്രൈസ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു വാല്യൂ സ്റ്റോക്ക് എന്ന് പറയും. പ്രൈസ് കുറഞ്ഞിരുന്നത് അതിന് നമ്മൾ വാല്യൂ സ്റ്റോക്ക്. അതാണ് വാല്യൂ സ്റ്റോക്കിന്റെ ഡെഫിനിഷൻ. നമ്മൾ എങ്ങനെയാണ് അനുയോജ്യമായ രീതിയിൽ വില കണ്ടെത്തി റീറ്റെയിൽ നിക്ഷേപകർ അത് കണ്ടെത്തുക, ഇതിലാണ് പെർഫോം ചെയ്യുക എന്നൊക്കെ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ വാല്യൂ സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിന്റെ ഒരു 6 മന്ത്സിലോ അല്ലെങ്കിൽ 12 മന്ത്സിന്റെ ഒരു പ്രൈസിന്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു സ്റ്റോക്ക് 2000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാണ്, ഇപ്പൊ അതിന്റെ സ്റ്റോക്കിന്റെ വില 1000 രൂപയുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചാർട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു വാല്യൂ സ്റ്റോക്ക് ആണെന്നുള്ളത്. പക്ഷെ അത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആവണമെന്നില്ല. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു എക്സാമ്പിളാണ്. ഒരുപാട് പ്രൈസിൽ നിന്നിരുന്ന സ്റ്റോക്കാണ്, പിന്നെ അതിൻ്റെ പ്രൈസ് ക്രാഷ് ആയി. ഇപ്പോൾ അത് ഒരു മീഡിയം ആയിട്ടുള്ള റേഞ്ചിലാണ് എൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ 2000+ നിൽക്കുമ്പോൾ അതൊരു ഹൈ വാല്യൂവിൽ നിൽക്കുന്നു. 1100, 1200 വരുമ്പോൾ ഇസ് ദാറ്റ് എ വാല്യൂ ബൈ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആൾക്കാർ വാല്യൂ സ്റ്റോക്സ് കണ്ടുപിടിക്കുന്നത് മാർക്കറ്റിൽ. ഗ്രോത്ത് സ്റ്റോക്കും വാല്യൂ സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നല്ല വ്യത്യാസമുണ്ട് ഗ്രോത്തും വാല്യൂവും തമ്മിൽ. ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിന്റെ പ്രൈസിലല്ല നോക്കുന്നത്, നമ്മൾ ആ പെർട്ടിക്കുലർ കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ടതിന്റെ ഫണ്ടമെന്റൽസ് ആണ് നോക്കുന്നത്. അതായത് ഒരു നല്ല സെക്ടറിലുള്ള ഒരു കമ്പനി വരുന്നു, ആ കമ്പനി എല്ലാ വർഷവും 25% അതിന്റെ സെയിൽസിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഗ്രോത്ത് സ്റ്റോക്ക് എന്ന് പറയും. ആ സ്റ്റോക്കിന്റെ പ്രൈസ് എന്താന്നുള്ളത്, അതായത് ഫൈനൽ അതിന്റെ ഷെയർസ് എത്ര രൂപയൊക്കെയാണ് ലിസ്റ്റ് ചെയ്തേക്കണം എന്നുള്ളത് നമ്മളവിടെ നോക്കുന്നില്ല. നേരെ മറിച്ച് വാല്യൂ സ്റ്റോക്കിൽ നമ്മൾ എന്താ നോക്കുന്നത്, കമ്പനിയുടെ ഗ്രോത്തിന്റെ എത്ര % ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല, ആ കമ്പനിയുടെ പ്രൈസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ഡിഫറെന്റ് ലെൻസ് വെച്ചിട്ടാണ് നമ്മളൊരു കമ്പനീനെ അനലൈസ് ചെയ്യുന്നത്. വാല്യൂ സ്റ്റോക്കിൽ നമ്മൾ പ്രൈസ് മാത്രം നോക്കുന്നു, ഗ്രോത്ത് സ്റ്റോക്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് മാത്രം നോക്കുന്നു. സാർ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി സാധിക്കും? സ്റ്റോക്കിന്റെ എക്സാമ്പിളോ? ഓക്കെ, സ്റ്റോക്കിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു IT കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ അതിന്റെ വാല്യുവേഷൻസ് ചിലപ്പോൾ വളരെ ഹൈ ആയിരിക്കും, അതിന്റെ പ്രൈസ് ചിലപ്പോൾ വളരെ ഹൈയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ആ കമ്പനി എല്ലാ കൊല്ലവും 25%, 30% ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മളൊരു ഡിസ്കഷൻ ചെയ്ത പോലെ ഒരു ഡിഫൻസിന്റെ ഒരു കമ്പനി എടുത്ത് നോക്കുന്നു, ആ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഭയങ്കര ഹൈ ആണ്. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് കൂടുതൽ ബഡ്ജറ്റ് അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ കൂടുതൽ എംഫസിസ് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ കമ്പനി ഓൾറെഡി എല്ലാവരും വാങ്ങിച്ചിട്ട് അതിന്റെ വാല്യുവേഷൻ വളരെ ഹൈലായിട്ട് നിൽക്കുകയായിരിക്കും. സോ ദാറ്റ് ഈസ് അവർ ഗ്രോത്ത് സ്റ്റോക്ക്. ഓക്കെ. ഇപ്പം സാർ കുറേ അധികം സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഇത് ഇനി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് സാർ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്?
ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് മെട്രിക്സ് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഓവർ ക്യാമറ പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ ഞങ്ങളുടെ ട്രേഡ് സീക്രട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കമ്പനിയുടെ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് അതിന്റെ ഏർണിങ്സ് ഗ്രോ ചെയ്യണം. അതായത് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് ഗ്രോത്തും വരണം, പ്രോഫിറ്റിന്റെ ഗ്രോത്തും വരണം. ഒരു കമ്പനി സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് കൊണ്ടുവരുന്നില്ലെങ്കിൽ നമുക്കറിയാം കമ്പനി ഡിസ്കൗണ്ട് ചെയ്തിട്ടൊക്കെയാണ് പ്രൊഡക്ട്സ് വിൽക്കുന്നത്. അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് സെയിൽസും ഗ്രോ ചെയ്യണം, പ്രോഫിറ്റും ഗ്രോ ചെയ്യണം. ഇങ്ങനത്തെ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയുടെ നമ്മൾ അടുത്ത് നോക്കുന്നത് ആ കമ്പനി ഫെയർലി പ്രൈസ്ഡ് ആണോ എന്നുള്ളതാണ് നോക്കുക. ഞാൻ ഡെഫിനറ്റ്ലി നോക്കുന്ന ഒരു അഡീഷണൽ മെട്രിക് അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ആണ്. മിനിമം 15% അത് ഒരു പൈസ ഉണ്ടാക്കണം. അതായത് ഗവൺമെന്റിന്റെ ടാക്സേഷൻ അറിയാലോ, ഗവൺമെന്റിന്റെ ടാക്സേഷനേക്കാളും കൂടുതലെങ്കിലും അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു മൂന്നാമത്തെ ഒരു മേജർ മെട്രിക് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഒരു വളരെ ഇങ്ങനെ സാർ സംസാരിച്ചപ്പം തോന്നിയതാണ്, ഇപ്പൊ നിങ്ങൾ സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് ആണല്ലോ സാർ. അപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സാർ നേരിടേണ്ടി വരാറുണ്ട്? അതായത് ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഒരു സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളോട് നിങ്ങൾ സംസാരിച്ചിട്ടേ സ്റ്റോക്ക് വാങ്ങാവുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് പറയുന്നു, ആ സ്റ്റോക്കിലേക്ക് ആളുകൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരാറുണ്ടോ? ഭയങ്കര കഷ്ടം തന്നെയാണ്. കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കാൻ പോകുമ്പോഴാണ് ആൾക്കാർ സ്റ്റോക്സിനും കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കും. പക്ഷെ ഞാൻ അബദ്ധവശാൽ പോലും ഒരു സ്റ്റോക്കിന്റെ പേര് അവിടെ പറയാൻ പാടില്ല. കാര്യം അവർ ആരെങ്കിലും പറയാണ് ബാലു ഇങ്ങനത്തെ ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ അവർ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ലൈസൻസിന് അത് കട്ടാക്കും. അപ്പൊ ഞാനൊരു അഡ്വൈസ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു ഗിവ് ദം ഇൻ എ റിട്ടേൺ ഫോർമാറ്റ്, ഒരു ഡിക്ലെയർഡ് ഫോർമാറ്റിൽ വേണം. ആൻഡ് ഐ ഹാവ് ടു കീപ് ദാറ്റ് ഫോർമാറ്റ് ഫോർ 7 years. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്, ഞാൻ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാനത് റിട്ടേൺ ആയി എഴുതി നൽകണം? ഐ ഹാവ് ടു ഗിവ് ഇറ്റ് യു. ഞാൻ നിങ്ങൾക്ക് എഴുതി തരണം, ഇതാണ് സ്റ്റോക്ക് എന്നുള്ളത്, ഇതാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട സ്റ്റോക്ക് എന്നുള്ളത് എഴുതി തരണം. ആൻഡ് ആ ഡോക്യുമെന്റ് ഞാൻ 7 years റീറ്റെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, സോ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ എൻ്റെ ഗുഡ് പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു ഓത്ത്, വി ആർ ടേക്കിംഗ് ഓത്ത്. ഇപ്പം മെഡിക്കൽ പ്രൊഫഷനിൽ ഒരു ഓത്ത് ഉണ്ട്. എന്താ, നമുക്ക് നല്ല നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഓത്ത് ഉണ്ടല്ലോ. സെയിം തന്നെയാണ്, അതേ ഓത്ത് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും എടുക്കുന്നത്. അതായത് ക്ലയന്റിന് ദി ബെസ്റ്റ് ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. സോ ടു ലീവ് ബൈ ദാറ്റ് റൂൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, ബട്ട് ഐ എം കോപ്പിംഗ് വിത്ത് ദാറ്റ്. ഓക്കെ, ഈ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഇപ്പൊ എന്നീ സ്റ്റോക്ക് പോലെ വില കുറഞ്ഞ സ്റ്റോക്സ് ആളുകളെ ട്രാപ്പിലാക്കാറുണ്ട്. ഈ റീറ്റെയിൽ നിക്ഷേപകര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തിനാ? ഈ വില കുറഞ്ഞു കിട്ടുന്നതൊക്കെ മേടിച്ച് കയ്യിൽ വെക്കേണ്ടതുണ്ടോ? 2 പ്രശ്നങ്ങളാണ് ഈ പെനി സ്റ്റോക്സിലുള്ളത്. ഒന്ന്, ഈ പെനി സ്റ്റോക്സ് നമ്മുടെ നാട്ടിൽ പറയുന്നത് 10 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ നമ്മൾ പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൾക്കാരെ 10 രൂപ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും ആ കമ്പനിയുടെ വാല്യൂ എന്താണുള്ളത്, അല്ലെങ്കിൽ കമ്പനി എത്ര വലുതാന്നുള്ളത് ഇവരാരും അസസ് ചെയ്യുന്നില്ല. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. പ്രൈസ് ആണ് പല ആൾക്കാരും കമ്പനിയുടെ വലിപ്പത്തെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. 2 കമ്പനീസ് ഞാൻ ഇടാം. ഒന്ന് HDFC ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്. HDFC ബാങ്കിന്റെ ഇന്നത്തെ ഷെയറിന്റെ പ്രൈസ് വാല്യൂ ഏകദേശം 725 rupees എന്ന് കൂട്ടിക്കോ. ICICI ബാങ്കിന്റെ ഓൾമോസ്റ്റ് ഡബിളിൽ 1430 ട്രേഡ് ചെയ്യുന്നത്. ഏതാണ് വലിയ ഷെയർ? ICICI ആണ് കൂടുതൽ വലുത് അല്ലേ? റേറ്റ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ICICI ആണ് വലുതെന്ന് തന്നെ പറയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ HDFC ബാങ്ക് ICICI ബാങ്കിനെക്കാളും ഒരുപാട് വലിയ ബാങ്കാണ്. ബട്ട് ആൾക്കാർ ദേ ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദി പ്രൈസ് ഫാക്ടർ. അപ്പൊ പ്രൈസ് മാത്രമല്ല ഒരു കമ്പനിയുടെ വലിപ്പത്തിനെ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്ക് അത് വില കുറഞ്ഞ സ്റ്റോക്ക് അല്ല, വില കുറഞ്ഞതാവണമെന്നില്ല. ഓക്കെ, ഈ HDFC ബാങ്കിന്റെ 740 രൂപയുടെ സ്റ്റോക്കിനെ നമ്മൾ 74 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. കമ്പനി 74 times ബോണസ് കൊടുക്കുകയാണെങ്കിൽ 10 രൂപ പെർ റുപ്പി ഷെയറിൽ വരും. അങ്ങനെയാണെങ്കിൽ അത് വില കുറഞ്ഞോ? ശരിക്കും ഇല്ല, വില കുറയുന്നില്ല. അപ്പോൾ ആ ഒരു മിസ്നോമർ, ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ട് മാർക്കറ്റിൽ. അതായത് ആൾക്കാർ അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. മേ ബി അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുത്തേക്കുന്നത്. 10 രൂപയിൽ പ്രൈസ് താഴ്ന്നുകൊണ്ട് വില കുറയുന്നു എന്ന് അർത്ഥമില്ല. ഈ പെന്നി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരാനുള്ള സാധ്യത. ഇതിങ്ങനെ പെന്നി സ്റ്റോക്ക് വാങ്ങി കൂട്ടുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വലിയ ബാധ്യത വരുത്തി വെക്കാം എന്നുള്ളത് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമല്ലേ? അതിന് റീസൺ ഇതാണ്. കാരണം ഞാൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് എപ്പോഴും ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഉദാഹരണം, ഞാൻ 10,000 രൂപ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് 10 രൂപയുടെ ഒരു സംഭവം എനിക്ക് 1000 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. അപ്പൊ 1 രൂപ മാറിക്കഴിഞ്ഞാൽ എനിക്ക് 1000 × 1 1000 രൂപ എനിക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ 750 രൂപയുടെ ഒരു സ്റ്റോക്ക് പോയിട്ട് എനിക്ക് ആക്ച്വലി
എത്ര വാങ്ങിക്കാൻ പറ്റും 10,000 രൂപയ്ക്ക്? ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിട്ടാൻ, ആ ഒരു ലെവറേജ് കിട്ടാൻ, ഒരു ഫീലിംഗ് കിട്ടാനാണ് ആൾക്കാർ 10 രൂപയിൽ താഴെയുള്ള സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. ആൻഡ് 10 രൂപയിൽ ഒരു യൂണിറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 5 പൈസയാണ്. 5 പൈസ ഇസ് എ ഗുഡ് പെർസെൻറ്റേജ്. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അത് തെറ്റായ ചിന്താഗതിയാണ് ഓണസ്റ്റ്ലി. കാരണം നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ നമ്മൾ ട്രേഡ് എടുക്കാനാണ് താല്പര്യപ്പെടുന്നെങ്കിൽ അതിന്റെ പ്രൈസ് ആക്ച്വലി ഒരു ഫാക്ടറേ അല്ല. അതിനകത്ത് ആ പ്രൈസ് മാറ്റി വെച്ചിട്ട് ബാക്കി കുറെ കാര്യങ്ങളാണ് ആ കമ്പനിയുടെ ആ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് മാറ്റി വെച്ചിട്ട് ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ആണ് പഠിച്ചിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെ, നമ്മൾ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രൈസ് നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷെ ആൾക്കാർ നേരെ തിരിച്ചാ ചിന്തിക്കണേ. ഞാൻ ആദ്യം പറഞ്ഞ വാല്യൂവിന്റെ എക്സാമ്പിൾ പോലെ തന്നെ എല്ലാവരും ഒരു പ്രൈസ് ഇടിഞ്ഞ ഒരു സ്റ്റോക്കിലേക്ക് ഇപ്പൊ ഞാൻ വാങ്ങിക്കാൻ കാര്യം ഇനി ഇതിലും താഴെ ഇടിയത്തില്ലല്ലോ എന്ന മൈൻഡിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ വരുന്നത്. ഈ തുടക്കക്കാർ വാല്യൂ ഇൻവെസ്റ്റിംഗിൽ നടത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? അവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാം? ഒരുപാട് മിസ്റ്റേക്സ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റിങ്ങോ ട്രേഡിങ്ങോ ഒന്നും നമ്മൾ സ്കൂളിലും കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. ഇന്നും അത് നമ്മുടെ സിലബസിലില്ല. ഈവൻ അഡ്വാൻസ്ഡ് എക്കണോമിക്സിൻ്റെ ഇപ്പോൾ BA യിലും MA യിലായാലും ഇതിനകത്ത് പറ്റിയുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഇല്ലാന്നല്ല, ഉണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ബുക്സ് ഉണ്ട്, സിലബസിൽ മൊഡ്യൂൾസ് എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസിങ് വരണേ എന്നുള്ളതും അത് എങ്ങനെയാണ് മാർക്കറ്റിൽ അതിന്റെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്നൊന്നും നമ്മളങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റർക്ക് അതൊരു ഡീലാണോ ഇല്ലയോ എന്ന് ആദ്യം അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു അല്ലെ, ആ ഡ്രസ്സ് ഇപ്പോൾ ജീൻസ് ആണ് വാങ്ങിക്കണേ. ജീൻസിന് 3,000 rupees റേറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് ക്ലിയറൻസ് ഓഫറിൽ 1,500 കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കപ്പം പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇത് ഒരു ഡീലാണെന്ന്. പക്ഷെ 3,000 രൂപയുടെ സ്റ്റോക്ക് ഇപ്പൊ 1,500 രൂപയ്ക്കാണ് ട്രേഡ് ആവണമെങ്കിൽ അതൊരു ഡീലാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ നേരെ പറയാൻ പറ്റണമെന്നില്ല. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് ചിലപ്പോൾ കസ്റ്റമർ അതിനകത്തൊരു ഈവൻ ഒരു ട്രാപ്പിലേക്ക് വരാനും സാധ്യതയുണ്ട്. അതായത് അതിനാണ് എക്സാക്ട്ലി വാല്യൂ ട്രാപ്പ് എന്ന് പറയണത്. അതായത് ഒരു കമ്പനി ചീപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം അതൊരു നല്ലൊരു ബൈ ആവണമെന്നില്ല. മേ ബി അതിന്റെ ഫണ്ടമെന്റൽസും ഏർണിങ്സും ഒക്കെ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് കമ്പനി ഡിറ്റീറിയേറ്റിംഗ് ട്രെൻഡിലായിരിക്കാം. അപ്പോൾ അതിന്റെ പ്രൈസ് വളരെ കുറഞ്ഞിട്ട് കാണും. നമ്മൾ വിചാരിക്കും ഓക്കെ ഇനിയും ഇത് നല്ലൊരു ബൈ ആയി എന്ന് പറഞ്ഞ ആൾക്കാർ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് വീണ്ടും താഴത്തേക്ക് പോകാനാണ് സാധ്യത. ഇത് സാധാരണക്കാർക്ക് ഇൻവെസ്റ്റേഴ്സും മാത്രമല്ല, ഈവൻ പോർട്ട്ഫോളിയോ മാനേജേഴ്സിനും വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഫണ്ട് മാനേജേഴ്സിനും വരുന്ന പ്രോബ്ലം തന്നെയാണ്. കാരണം കമ്പനിയുടെ ഏർണിങ്സും അതായത് ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ കൺസിസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതൊരു ബെറ്റർ പെർഫോമർ ആവോ ഇല്ലയോ എന്നുള്ളത്. നല്ല സാമ്പത്തിക ഭദ്രതയും ബിസിനസ് മോഡലും ഉള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഒരു നിക്ഷേപകൻ കണ്ടെത്തേണ്ടത്? ഏറ്റവും എളുപ്പം ഒരു സ്ക്രീനർ പോലത്തുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് പല സ്ക്രീനേഴ്സും ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ്ലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഞങ്ങളെ പോലത്തുള്ള അനലിസ്റ്റുകൾ ശരിക്കും ഞങ്ങൾ പെയ്ഡ് വേർഷൻസ് ഉപയോഗിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഡേറ്റ ഇതിൽ നിന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സാധാരണയായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു കമ്പനി നല്ല കമ്പനിയാണോ, നല്ല സെക്ടറിലാണോ, അവർക്ക് നല്ല സെയിൽസ് ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടോ, ശരിക്കും അവർ വിൽപ്പന നടത്തുന്നുണ്ടോ, അത് ഏത് പൊസിഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനി, എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, എന്താണ് അവരുടെ മാനേജ്മെന്റ് പറയുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ആ കമ്പനിയുടെ ബുക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു പർട്ടിക്കുലർ ക്വറി ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു ബിഗ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പെഗ് റേഷ്യോ എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ്. അതായത് സാധാരണ എല്ലാവരും കേട്ടേക്കുന്ന പോലെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ P/E എന്ന് പറഞ്ഞ റേഷ്യോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂടെ കമ്പനിയുടെ നെക്സ്റ്റ് ഇയറിന്റെ ഗ്രോത്ത് റേറ്റിനെ, അതായത് ഫോർകാസ്റ്റഡ് ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇതിനുള്ള ടൂൾസ് ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പെഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽറ്റർ അതിനകത്ത് തന്നെയുണ്ട്. അതിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അത്യാവശ്യം വാല്യൂഡ് ആയിട്ടുള്ള കമ്പനി, പക്ഷെ നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കാണ്ട് ലോസ് മേക്കിംഗ് കമ്പനി, പക്ഷെ മാർക്കറ്റിൽ ഭയങ്കര ഹൈപ്പുള്ള കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറയാം. കാരണം മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ലോസ് മേക്കിംഗ് കമ്പനീസ് ലിസ്റ്റഡ് ആണ്. അവര്
അത്രയും, അതായത് നമ്മളൊരു സൈക്കോളജിക്കൽ ഒരു റീസൺ ആണ് നമുക്ക് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. കാര്യം ഒരു വലിയ കമ്പനി ആകും എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. പക്ഷെ മിക്കവാറും അവർ വലിയ കമ്പനി ആവണം എന്നില്ല. ഒരിക്കലും ഒരു അനലിസ്റ്റ് ഒരു ലോസ് മേക്കിംഗ് കമ്പനി ഒരു ക്ലയന്റിന് സജസ്റ്റ് ചെയ്യത്തില്ല. എത്ര വലിയ പേരാണെങ്കിൽ പോലും നമ്മൾ ആ കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് കൊടുക്കാറുള്ളൂ. ഇത് തന്നെ നിങ്ങൾക്കും ചെയ്യാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, സ്ക്രീനർ എടുക്കുക, പെഗ് റേഷ്യോ പോയി സെർച്ച് ചെയ്യുക. ഞാൻ ആ ക്വറി വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വറി ഞാൻ ഇട്ട് തരാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ വരുന്നെങ്കിൽ എൻ്റെ പെഗ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഞാൻ ഇട്ട് തരാം. ഇവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ കണ്ടുപിടിക്കേണ്ടത്. ഏകദേശം ഒരു 6000-ഓളം സ്റ്റോക്ക്, 5700 സംതിങ് സ്റ്റോക്സ് ഉണ്ട്, ലിസ്റ്റഡ് ആണ്. അതിൽ നമുക്കൊരു ആദ്യത്തെ ഒരു 150 കമ്പനി കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു 5 കമ്പനി കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതെ, നമ്മൾ 2-3 അപ്രോച്ചസ് ഉണ്ട് ഈ സ്റ്റോക്ക് പിക്കിങ്ങിന് വേണ്ടിയിട്ട്. ഏറ്റവും എളുപ്പമുള്ള അപ്രോച്ച് നമ്മൾ ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് വരാനാണ്. അതായത് കംപ്ലീറ്റ് ബാസ്ക്കറ്റ് ആദ്യം എടുക്കുക. ആ ബാസ്ക്കറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടർ വേണമെങ്കിൽ അങ്ങനെ സെക്ടറിലേക്ക് പോവാം. അതല്ല നമുക്കൊരു പർട്ടിക്കുലർ തീം ഉണ്ടെങ്കിൽ ആ തീമിലേക്ക് പോവാം. അതല്ല നമുക്ക് ടോട്ടൽ ഫുൾ മാർക്കറ്റിലെ പക്ഷേ 30% ഗ്രോ ചെയ്യുന്ന കമ്പനീസിനെ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അതല്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ യു ആർ ഇൻ ജേർണലിസം അല്ലെ, നിങ്ങൾ ജേർണലിസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മീഡിയ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ മീഡിയ കമ്പനീസിനെ നമ്മൾ ആദ്യമേ ഫൈൻഡ് ചെയ്തിട്ട് ആ കമ്പനിക്ക് ഇനി ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നെ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് യു നീഡ് ടു ഹാവ് ദാറ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് അവിടെ വേണം. സാധാരണ ആൾക്കാർക്ക് ആ എക്സ്പെർട്ടൈസ് ഡൊമൈൻ നോളജ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരിക. ഒരു വലിയൊരു ലിസ്റ്റ് എടുക്കുക, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ബെറ്റർ കമ്പനീസ് ഷോർട്ട് ചെയ്തെടുക്കുക. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ വന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. കാരണം അങ്ങനെ നമുക്ക് ചുമ്മാ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ പർട്ടിക്കുലർ സ്റ്റോക്കും നമ്മുടെ റിസ്ക് പ്രൊഫൈലായിട്ട് ഒരുപാട് മാച്ചിങ് വരണം. കാരണം ഒരു 25% വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്ക്, ഇപ്പം ഞാൻ ഒട്ടും റിസ്ക് അവേഴ്സ് അല്ലെങ്കിൽ എനിക്ക് റിസ്ക് പേടിയാണെങ്കിൽ എനിക്ക് ഈ ഒരു 25% വേരിയേഷനുള്ള സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ഫിയർ വരും. ഇമോഷണലി ഞാൻ അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ആ സ്റ്റോക്ക് ഒരിക്കലും ഞാൻ വാങ്ങിക്കരുത്. മേ ബി എൻ്റെ റിസ്ക് അനുസരിച്ച് മേ ബി ഒരു 5% ഒരു പ്ലസ് ഓർ മൈനസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ അതാണ് ഞാൻ വാങ്ങിക്കേണ്ടത്. സോ ഇറ്റ് ഇസ് മോർ സൈക്കോളജിക്കൽ ദാൻ ആക്ച്വലി ഈ ഫാക്ച്വൽ എന്ന് ഞാൻ പറയാം. അതായത് റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്നവർ ചില കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒരു 30-20 ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നവർക്ക് കുറച്ചും കൂടി റിസ്ക് എടുക്കാം. അതെ, റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയിലാണ് ശരിക്കും കുറച്ച് എക്സ്ട്രാ പൈസ വരാനായിട്ടുള്ള സാധ്യത. പക്ഷെ അവർ പൊട്ടിപ്പോയാൽ മൊത്തം പോയില്ലേ? അതെ, പിന്നെ അവർക്ക് ടൈം ഇനി ഉണ്ടാവില്ല അവർക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ ആൾക്കാരാണെങ്കിൽ 20s 30s ആണെങ്കിൽ അവർക്ക് ഒരുപാട് സമയമുണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ. പക്ഷെ ഇപ്പൊ അവരുടെ ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത് രണ്ടിന്റെ ഒരു ഫൈൻ ബാലൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസ്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ക്യാപിറ്റൽ ഇല്ല. നമുക്കൊരു സൈസബിൾ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. റിട്ടയർമെന്റ് ആൾക്കാർക്ക് യെസ് ദേ ആർ റെഡി, ദേ ഹാവ് ദ ഫണ്ട്സ്. പക്ഷെ അത് ഇനി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവരുടെ ഒരു 20% ഫണ്ട് ഇറോഡായി പോയി എന്ന് വിചാരിക്കുക. അവർക്ക് ഇനി അടുത്ത 10 വർഷം കൂടി എക്സ്ട്രാ ജോലി ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ദേ ആർ നിയറിംഗ് റിട്ടയർമെന്റ്. അപ്പൊ ഇതൊരു ഫൈൻ ബാലൻസിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കാണുന്ന ഒന്നാണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇടാൻ താല്പര്യപ്പെടും. ഇപ്പം ചിലർ FD ആയിരിക്കാം, ബാങ്കിലായിരിക്കാം, പോസ്റ്റ് ഓഫീസ് ആയിരിക്കാം, മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, ചിട്ടി ആയിരിക്കാം, അങ്ങനെ പല ഏരിയയിലായിരിക്കും. അപ്പം പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ എമൗണ്ട് ഇടുന്നവരുടെ ഈ അസറ്റ് അലോക്കേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കണം? എങ്ങനെയാണ് ഒരു വ്യക്തി അവരുടെ അസറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ താങ്കൾക്ക് ഒരു 10 ലക്ഷം രൂപ എവിടെയെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം. വീട്ടിൽ കൊണ്ടേ 10 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ടുകാരൊക്കെ പറയും മോളെ ഇതോടെ വെക്കല്ലേ, റിസ്ക് ആണ്, ചിലപ്പോൾ കള്ളന്മാർ വരും, ഇത് കൊണ്ടുപോകും അല്ലെ. എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ നിയറസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? FDയോ ചിട്ടിയോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് ഇടാനാണ് നമ്മൾ നോക്കുക. പക്ഷെ ഫിനാൻസ് ആക്ച്വലി അങ്ങനെയല്ല. നമ്മൾ ആ 10 lakhsന്റെ കറക്റ്റ് ഓരോ ബക്കറ്റിലേക്കും കറക്റ്റായിട്ട് മാറ്റി ഇടേണ്ടത്, അതിനെയാണ് നമ്മൾ അസറ്റ് അലൊക്കേഷൻ എന്ന് പറയേണ്ടത്. പക്ഷെ അത് ചെയ്യാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ പൈസ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. അതേപോലെ അക്കൗണ്ടിലാണ് പൈസ വരണമെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ്. ഇത് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
വി ക്യാൻ റിലാക്സ് എന്ന മൈൻഡിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ അക്കൗണ്ടിൽ പൈസ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര വറീഡ് ആണ്, ഇത് എന്തെങ്കിലും ചെയ്യണം. കാരണം ഈ പൈസ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇഫ് യു പുട്ട് ദാറ്റ് മണി ടു വർക്ക് നമ്മൾ ഓക്കെ ആണ് എന്ന മൈൻഡിലാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ദി ബെസ്റ്റ് ഓപ്റ്റിമൽ മെത്തേഡിലായിരിക്കില്ല ചിലപ്പോൾ അവർ പൈസ ഡിപ്ലോയ് ചെയ്യാൻ പോകണം. ഫസ്റ്റത്തെ ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം. ആൻഡ് ദാറ്റ് മൈറ്റ് ബി ദി റോങ് റീസൺ, ദാറ്റ് മൈറ്റ് ബി ദ റോങ് ഏരിയ. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ദി ബെസ്റ്റ് അവന്യൂ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. ഞാൻ സ്റ്റോക്സ് അല്ല, മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പറയാം. സാധാരണക്കാർക്ക് ക്യാപിറ്റൽ ബിൽഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബേസ് ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതും ഫുൾ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പോഷർ കൊടുക്കണം എന്നില്ല. നമുക്ക് ഫിക്സഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്, അതായത് ഡെറ്റ് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. FD-നേക്കാളും ബെറ്റർ റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. ഒരു 10-15 ലക്ഷം രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ നമുക്ക് ഇൻക്രിമെന്റലി നമുക്ക് റിസ്ക് എടുത്തു തുടങ്ങാം. അവിടെയാണ് നമ്മൾ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സ്റ്റോക്സിന്റെ ഒരു പോർട്ട്ഫോളിയോയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മേ ബി ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊരു സജഷൻ കൊടുക്കുക. ആദ്യമേ തന്നെ ചിലപ്പോൾ പോയി ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം വരാൻ പോണത് ആ സ്റ്റോക്ക് പേ ഓഫ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ രക്ഷപ്പെട്ടു. അത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര പെട്ടെന്ന് സക്സസ്, ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ റിയാലിറ്റിയിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഒരു സക്സസ് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം അത് സ്റ്റോക്സിലാകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഇനീഷ്യലി വരും. മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു ബേസ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻക്രിമെന്റൽ റിസ്ക് എടുക്കാം. അപ്പോൾ ഒരാൾ അസറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ച് വേണം അസറ്റ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി. എവിടെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രം അസറ്റ് അലോക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അല്ലേ? അതെ, അത് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ നല്ല ഡീപ്പായിട്ടുള്ള, അതായത് പൈസ കയ്യിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. മേ ബി ഇപ്പൊ ഒരു ബോണസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഓണത്തിന് ഒരു ബോണസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദീപാവലിക്ക് ഒരു ബോണസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനൊരു മാസം മുമ്പേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, എനിക്ക് ഇത്രയും രൂപ വരാൻ പോകുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്. അസറ്റ് അലോക്കേഷൻ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് മാത്രമാവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോൺ ഉണ്ടാവാം, ആ ലോണിന്റെ മേ ബി കുറച്ച് നമുക്ക് ഫോർക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഇറ്റ് ഇസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. അപ്പൊ എപ്പോഴും നമ്മൾ പൈസ ഡിപ്ലോയ് ചെയ്ത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കടം തീർക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു മേ ബി ഒരു ഇതിനു വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ആ ഗോൾഡ് നമുക്ക് വേണമെങ്കിൽ നാളെ നമുക്ക് ലോൺ വെക്കാനും പറ്റും, ഗോൾഡ് ലോൺ ആയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് എല്ലാം ഒരുപാട് അവന്യൂസിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പൈസ കയ്യിൽ വരുന്നതിന് മുമ്പേ തന്നെ ചിന്തിക്കാം. കാര്യം പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ ചിന്തിക്കൽ നടക്കത്തില്ല. നമുക്ക് വി വിൽ ബി ക്ലൗഡഡ് ബൈ ഓൾ ദീസ് അതർ ജഡ്ജ്മെന്റ്. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. സാർ, ഇപ്പം ലോണിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ലോണ് നമുക്കുണ്ടായിരിക്കെ നമ്മൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഡിസിഷനോ റോങ് ഡിസിഷനോ? അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ലോൺ, പർപ്പസ് ഓഫ് ദി ലോൺ ഓൾസോ. അതായത് ഇപ്പോൾ ആൾക്കാർക്ക് ഹോം ലോൺ ഒക്കെ ആണെങ്കിൽ 15, 20, 25, 30 ഇയേഴ്സ് ഒക്കെ വരെ ലോൺ പോകും. അതുവരെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ലോസ് അവിടെ വരുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ലോൺ എടുത്തേക്കണമെങ്കിൽ അതൊരു ഷോർട്ട് ടേം ഗോൾ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ബിസിനസ് ഒന്ന് ഒരു മൊമെന്റം പിക്കപ്പ് ചെയ്യണ വരെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ മാക്സിമം ഫോക്കസ് ആ ബിസിനസ്സിൽ തന്നെ ഇടുന്നതായിരിക്കും ചിലപ്പോൾ അവിടെ അഡ്വൈസബിൾ. അവർ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള റണ്ണിങ് ക്യാപിറ്റൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലോൺ ഓൾസോ. അതപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അത് പറയാം. പക്ഷേ ഹോം ലോൺ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഹോം ലോൺ വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത 25 വർഷം നിങ്ങൾ വെയിറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ലൂസിങ് ലോട്ട് ഓഫ് ചാൻസസും കയ്യിൽ നിന്ന് പോകും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസും കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പം ലോണ് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ആദ്യം ലോൺ അടയ്ക്കണം, ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഒരു പേഴ്സൺ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, ഇതെല്ലാം ഒരു പേഴ്സണൽ ഫിനാൻസിന്റെ ഭാഗം തന്നെയാണ്. ലോൺ ഉള്ളതുകൊണ്ടൊന്നും മോശമൊന്നുമല്ല. നമുക്കൊരു 30 to 40% ഒക്കെ വരെ ലോൺ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹെൽത്തി ഓൺലി. ഒരു 80% മേലെ നമ്മുടെ വരുമാനത്തിന്റെ ലോണൊക്കെ വരുമ്പോഴാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പോകുന്നത്. കാരണം അത് വേറൊന്നുമല്ല, നമ്മുടെ ഇൻകമിന് അധികം ഡിപ്പെൻഡൻസി വരികയാണ്. അത്രയും ഡിപ്പെൻഡൻസി ഇൻകമിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ദിവസവും വി ആർ ഫോഴ്സ്ഡ് ടു ഗോ ടു വർക്ക്. നമുക്ക് ചെറിയൊരു ചുമ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഓഫീസിൽ പോകേണ്ടി വരും, കാരണം നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വേറൊരു മെഡിക്കൽ ഇത് ഇപ്പം നമുക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോലും പറയാം, അയ്യോ എനിക്ക് ഇന്ന് ഓഫീസിൽ പോയേ പറ്റൂ. കാര്യം അതാണ് ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്ന സ്ട്രെസ് ലെവൽ. കാരണം ഒരു 40% താഴെയാണ് നമ്മുടെ ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ സാലറി വെച്ചിട്ട് 1 മാസത്തെ ലോൺ അടയ്ക്കാം എന്നുള്ളതാണ്. 3 മാസത്തെ ലോൺ 1 മാസത്തെ സാലറിയിൽ കവർ ആവും. അപ്പൊ നിങ്ങൾക്ക് 3 മാസം സാലറി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ
ഒന്ന് ലോൺ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിക്കാം. എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് സാർ ഇപ്പൊ മെൻഷൻ ചെയ്യുന്നത്. അതെ, എമർജൻസി ഫണ്ടിന്റെ വേറൊരു രീതി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എമർജൻസി ഫണ്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോബ് ലോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി തന്നെയാണ്. പണ്ട് ആൾക്കാരുടെ ജോബ് ഒന്നും പോകത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ആൾക്കാരുടെ ജോബ് പോയി തുടങ്ങുന്നുണ്ട്. മേ ബി ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കും ജോബ് ലോസ് ഉണ്ടാവുക, ചിലർക്ക് 3 മാസമായിരിക്കും ജോബ് ലോസ് ഉണ്ടാവുക. പക്ഷെ അതുവരെ സർവൈവ് ചെയ്യണമല്ലോ. ആ സർവൈവലിന് നമുക്ക് അത് വേറെ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാനാണ് ശരിക്കും പറഞ്ഞാൽ എമർജൻസി ഫണ്ട്സ് വേണ്ടത്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, വാല്യൂ ഇൻവെസ്റ്റിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.